വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ നല്ല സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് കുറച്ച് അകന്നാണ് ഇരിക്കുന്നത്. കാരണം ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്ത, അതായത് അയർലൻഡിലേക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ആ വീഡിയോയില് ഞാൻ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അത് ഫോണിൽ കാണുമ്പോൾ എനിക്ക് അത്രയ്ക്ക് കുഴപ്പം തോന്നിയിരുന്നില്ല. ഞാൻ ടി വിയിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ ഇനി ഞാൻ കരുതി കുറച്ച് ഗ്യാപ്പ് ഇട്ടിരുന്നിട്ട്, കുറച്ച് ഇറങ്ങിയിരുന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ടി വിയിൽ കാണുവാണെങ്കിൽ, ഫോണിൽ കാണുമ്പോൾ അത്ര കുഴപ്പമില്ല, ടി വിയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇറങ്ങിയിരുന്നിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അയർലൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. എനിക്ക് ഒരു സ്പെഷ്യൽ ഡെലിവറി വന്നിട്ടുണ്ട്. അങ്ങ് കൊറിയയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഡെലിവറി എനിക്ക് വന്നിട്ടുണ്ട്. ആ ഡെലിവറിയിൽ, അതായത് ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കൊറിയയിൽ നിന്ന് ഓർഡർ ചെയ്തത്. അതെങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ യെസ്റ്റൈൽ ആപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. യെസ്റ്റൈൽ ആപ്പ് വഴിയായിട്ടാണ് ഞാൻ കൊറിയയിൽ നിന്ന് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തത്. ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കൂടുതലും. അതായത് കുറച്ച് ടോണറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അൺബോക്സിംഗിലേക്ക് പോയാലോ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്കൊരു പാക്കേജ് വന്നത്. ഞാൻ എൻ്റെ ഓവർ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ തുറന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇത് കുറച്ച് ദിവസമായി ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട്. ഞാൻ ഒക്ടോബർ 20-നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്പൊ നമുക്ക് നവംബർ ഈ ഒരു സമയത്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം എടുത്തു. 23 ഡേയ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കിട്ടാനായിട്ട്. അതുകൊണ്ട് ഞാൻ തന്നെ മറന്നു പോയായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പതിയെ ഇങ്ങനെ ഒന്ന് തുറന്നു വെച്ചായിരുന്നു. തുറന്ന് ഇങ്ങനെ ഒന്ന് നോക്കിയായിരുന്നു എന്തൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ ഇവരുടെ ഈ പാക്കേജിങ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പുറത്തുള്ള ഒരു കവർ കഴിഞ്ഞാൽ ഇവര് പാക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഞാൻ ഇതുവരെ കാണാത്ത ഒരു തരത്തിലുള്ള ഒരു പാക്കേജിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്ട്സ് ഒരിക്കലും ചീത്തയാവാത്ത രീതിയിൽ, ഇതിന്റെ ബോക്സിന് പോലും ഒന്നും പറ്റാത്ത രീതിയിൽ, അങ്ങനെ നല്ല ഒരു പാക്കേജിംഗ് ആണ്. ഈ പാക്കേജിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലൊക്കെ വൈറലായിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. അതായത് അഴൻസിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫ്രഷ് ഗ്രീൻ റൈസ് മോച്ചി ആൻഡ് ക്ലെൻസർ ആണത്. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ഇത് യൂട്യൂബിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ പാക്ക്. ഇനി ഇത് തുറന്നു കഴിഞ്ഞാല് ഇതുപോലൊരു ബോക്സ് ആണ്. ഇത് തുറന്നു കഴിഞ്ഞാല് നമുക്കിത് വാവ്, നമുക്കൊരു സ്പൂണൊക്കെ ഉണ്ട്. അതിന് കണ്ടോ, ഇങ്ങനെ ഒരു സ്പൂൺ ഉണ്ട്. നമുക്കിങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതാണ് ഇതിന്റെ ടെക്സ്ചർ കേട്ടോ. അതായത് ക്ലെൻസർ ആണെങ്കിലും ഒരു ഫേസ് പാക്കിന്റെ ഒക്കെ ഒരു ടെക്സ്ചർ ആണ്. ഇങ്ങനെ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുവാണ്. ക്ലെൻസർ പോലെ, ലിക്വിഡ് പോലെയല്ല, അങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ക്ലെൻസർ ആണ്. ഇതാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്ര അകന്നിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ക്ലോസ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനിടയ്ക്ക് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റും. ഇത് ശരിക്കും ലിക്വിഡ് അല്ല, അങ്ങനെ ഒരു സെറ്റ് ആയിട്ട് ഇരിക്കുന്നത്, ഫേസ് പാക്ക് ഒക്കെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അറൻസിയയുടെ ഫ്രഷ് ഗ്രീൻ റൈസ് മോച്ചി ആൻഡ് ക്ലെൻസർ. അറൻസിയ തന്നെയാണ് വായിക്കാൻ തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എനിക്ക് വായിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് റിവ്യൂ കണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ടോണറാണ്, അനുവയുടെ 77% ടോണർ. ഞാനിത് ഒരുപാട് റിവ്യൂ കണ്ടിട്ടാണ് ഇത് മേടിച്ചത്. ഇതിങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. ഇതാണ് ഈ ഒരു ടോണർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ പ്രൈസ് എത്രയായിരുന്നു എന്നുള്ളത് സത്യം പറയാൻ മറന്നുപോയി. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ അടിയിൽ ഞാൻ ഓരോന്നിന്റെയും പ്രൈസ് കൊടുത്തേക്കാം. ഞാൻ എത്ര യൂറോക്കാണ് വാങ്ങിയത് എന്നുള്ളതിന്റെ പ്രൈസ് ഞാൻ ഓരോ പ്രൊഡക്റ്റിന്റെ അടിയിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ടോണർ, ഇത് ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടിട്ട് നല്ലൊരു ടോണർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിവ്യൂ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതും നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. ടിർട്ടിറിന്റെ ഈ ഒരു ഫൗണ്ടേഷൻ. ഇത് ഇങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് 24N ലാറ്റെ എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാണ്.
ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വാവ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് തന്നെ. നല്ല രസമുണ്ട്. നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും. ഞാനിത് എന്താ പറയുക, ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയി തോന്നുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ഓർഡർ ചെയ്ത് എനിക്കിത് കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഓ, നമുക്കിവിടെ ഒരു മിറർ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ മിററിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ, പക്ഷെ അത് മിറർ അത്ര ക്ലിയർ അല്ല. എനിക്ക് തോന്നുന്നു ആ മിററിൽ നോക്കിയിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ മിറർ അത്ര ക്ലിയർ അല്ല. പിന്നെ ഇവിടെ നമുക്കുള്ളത് ഒരു ചെറിയൊരു സ്പഞ്ചാണ്. ഇങ്ങനെ കയ്യിലിടാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പഞ്ചാണ് ഉള്ളത്. അതിനുശേഷം ഇത് ഇതേപോലെ, ഈ സ്പഞ്ച് ഞാനിവിടെ വെക്കാം. ഇത് ഇതേപോലെ നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. തുറന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ വരുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഞാനിതൊന്ന് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ കവറേജ് എന്നുള്ളത് ഞാൻ പറയാം. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്, ഇതും ഒരുപാട് റിവ്യൂ കണ്ടിട്ട് ഞാൻ മേടിച്ച ഒരു സംഭവമാണ്. ബ്യൂട്ടി ഓഫ് ജോസിന്റെ ഒരു ഐ സിറം ആണ്. നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ സിറം. ഇതും ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടിട്ട് മേടിച്ചതാണ്. ഇതൊരു ട്യൂബാണ്. നമ്മുടെ ഓയിൻമെന്റ് ഒക്കെ വരുന്ന പോലത്തെ, സാധാരണ നമ്മുടെ ഫേസ് ക്രീം ഒക്കെ വരുന്ന പോലത്തെ ഒരു ട്യൂബിലാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതാ ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഇങ്ങനെ എടുക്കാം നമുക്കത്. സിറം നമുക്ക് കാണുമ്പോൾ അത് ഓയിൻമെന്റ് പോലെ തോന്നും. പക്ഷെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ അത് സിറം പോലെ ആവുന്നുണ്ട്. അപ്പോൾ ഇതും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. പിന്നെ നമുക്കൊരു ഒരു പാക്കറ്റും കൂടി ഉണ്ട്. ഇത് അവരുടെ ഒരു ഫ്രീ പ്രൊഡക്റ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് സൺ എക്സ്പോഷറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്നാണ് ഇവിടെ ഡയറക്ഷൻസിൽ ഇവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഓർഡർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു പാക്കറ്റിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഞാൻ യെസ്റ്റേൽ ആപ്പിൽ നിന്ന് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത സ്കിൻ പ്രൊഡക്റ്റ്. ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ റിവ്യൂ എന്നുള്ളത് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. നമുക്ക് ഈ ഫൗണ്ടേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫേസിൽ അടിപൊളിയാണെന്നാണ് ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചത്. എൻ്റെ ഫേസിന് മാച്ച് ആവുന്ന ഷെയ്ഡ് ആണോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു സ്പഞ്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്, ഇവിടെ ആക്ച്വലി ഒരു സ്പഞ്ച് പോലെയാണ് കേട്ടോ. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്പഞ്ചിൽ നിന്ന് വെള്ളം വരില്ലേ, അതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇനി അപ്പോൾ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല കവറേജ് ഉണ്ട്. പക്ഷെ ഞാൻ എടുത്തത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എൻ്റെ ഈ ഒരു സൈഡ് വല്ലാതെ എന്താ പറയാ, ജോക്കറിന്റെ പോലെയോ അല്ലെങ്കിൽ മറ്റേ മൈക്കിൾ ജാക്സന്റെ പോലെ ആയിരുന്നു തോന്നുന്നു. കാരണം ഇത്രയും നമുക്ക് വേണ്ട, വളരെ കുറച്ച് മതിയെന്ന് തോന്നുന്നു. ഞാൻ എടുത്തത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ പക്ഷെ കുഴപ്പമില്ല, നല്ല കവറേജ് ഉണ്ട് ഇതിന്. നമ്മൾ അധികം പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് വല്ലാതെ കൂടുതലായിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ആവശ്യത്തിന് വരുള്ളൂ. നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വല്ലാതെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നല്ല കവറേജ് ഉണ്ട്. ശരിക്കും നല്ല കവറേജ് ഉണ്ട്. എനിക്കിഷ്ടമായി ഈ സാധനം. ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലതാ, എനിക്കിഷ്ടമായി. നല്ല കവറേജ് ഉണ്ട് ശരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഈ എസ്റ്റേൽ ആപ്പ് ഇതുവരെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. ആക്ച്വലി ഈ ആപ്പ് ചൈനക്കാരുടെയാണ്, പക്ഷേ കൊറിയൻ പ്രൊഡക്ട്സ് കൂടുതലും കിട്ടുന്നത് ഈ ഒരു എസ്റ്റേൽ ആപ്പിലാണ്. കുറച്ചും കൂടെ റേറ്റ് കുറവാണ് ഈ എസ്റ്റേൽ ആപ്പിൽ. പിന്നെ ഒരുപാട് കോഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. പ്രൊമോഷൻ കോഡ്സ് ഒക്കെ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ, ജസ്റ്റ് കയറി നോക്കിയാൽ മതി, എസ്റ്റേൽ പ്രൊമോഷൻ കോഡ് എന്ന് പറഞ്ഞ് നോക്കിയാൽ ഒരുപാട് കോഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് പ്രൊഡക്ട്സ് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് റിഡക്ഷൻസ് കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 10 യൂറോ എന്തോ റിഡക്ഷൻ കിട്ടിയായിരുന്നു ഈ പ്രൊമോഷൻ കോഡ് വെച്ചിട്ട് പ്രൊഡക്ട്സ് വാങ്ങിയപ്പോൾ. അപ്പോൾ അങ്ങനെ പ്രൊമോഷൻ കോഡ് വെച്ചിട്ട് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്കും കുറച്ച് റിഡക്ഷൻസും ഡിസ്കൗണ്ടും ഒക്കെ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.